ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിൻഡോസ് ലെവലിൽ എങ്ങനെ നമുക്ക് ഡിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലൂടെ നമുക്ക് ഇപ്പോൾ ഒരു പാർട്ടീഷൻ കൊണ്ട് വെച്ചാൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേറൊരു പാർട്ടീഷൻ കൂടി എങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ടീഷനിൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് എങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഫ്രീ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം, അൺഅലോക്കേറ്റഡ് സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഫ്രീ സ്പേസ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ചിൽ പോയിട്ട് ഡിസ്ക് മാനേജ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഡിസ്ക് മാനേജ്മെന്റ് എന്ന് കൊടുക്കുമ്പോൾ പാർട്ടീഷൻസ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഒരു സി ഡ്രൈവും ഒരു ഡി ഡ്രൈവും ബാക്കി പിന്നെ റിക്കവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്പേസ് അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു ഒറ്റ സി ഡ്രൈവ് ആണ് ഉള്ളത് എങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പുതിയ ഡ്രൈവും കൂടി ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്പേസ് ചുരുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ചുരുക്കുക പറഞ്ഞാൽ ഒരു കുറച്ച് സ്പേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ട്രിംഗ് വോളിയം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സ്ട്രിംഗ് സി എന്ന് പറഞ്ഞാൽ ഏത് ഡ്രൈവ് ആണോ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ ഇത് വെച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ടോട്ടൽ സൈസ് ബിഫോർ സ്ട്രിംഗ് ഇൻ MB എന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ സൈസ് ഇവിടെ പറയുന്നുണ്ട്. ഇത് കേട്ടോ, അത് ഇവിടെ പറയുന്നുണ്ട്. സൈസ് ഓഫ് അവൈലബിൾ സ്ട്രിംഗ് സ്പേസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് അത് ഇവിടെ ഉണ്ടോ, ഇവിടെ എമൗണ്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു 100 GB അല്ലെങ്കിൽ 10 GB ആണ് നമുക്ക് ചെയ്യാണ്ട് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു MB ഇവിടെ കൊടുക്കാം. ഇവര് അറൗണ്ട് 10 GB നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രിംഗ് കൊടുക്കാം. ആണോ, അപ്പോൾ ഇവിടെ 9.77 GB ഇവിടെ അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ബാക്കി സ്പേസ് ഇവിടെ ഉണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ഈ അൺഅലോക്കേറ്റഡ് സ്പേസ് എങ്ങനെ നമുക്ക് ഒരു അലോക്കേറ്റഡ് സ്പേസ് ആക്കി മാറ്റാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ECD എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു വോളിയം ഒരു ലേബലൊക്കെ എങ്ങനെ കൊടുക്കാന്നാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ വോളിയം കണ്ടോ, ന്യൂ സിമ്പിൾ വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിലിവിടെ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്പേസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് ആണ് കാണിക്കുന്നത്. ഇത് നമുക്ക് രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്പേസ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഏത് ലെറ്റർ ആണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ അതിന്റെ ലേബല് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഫിലിം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഫിലിംസ് കൊടുത്താൽ അതിന്റെ ലേബല് ഇവിടെ കൊടുക്കാം നമുക്ക്. പിന്നെ ഇവിടെ ഫയൽ സിസ്റ്റം ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കാം, ഒരു ഡ്രൈവും കൂടി ഇവിടെ എക്സ്ട്രാ വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു സി എന്ന് പറഞ്ഞ ഡ്രൈവ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിൽ ഇപ്പോൾ ഇതിൽ കുറച്ച് സ്പേസ് കമ്മി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് എങ്ങനെ സ്പേസ് നമുക്ക് ആഡ് ചെയ്യാം നോക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡ്രൈവ് ആണ് ഈ കാണുന്ന E എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് വോളിയം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് അലോക്കേറ്റഡ് സ്പേസ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കണ്ടോ. ഇനി ഈ സ്പേസ് നമുക്ക് എങ്ങനെ സിയിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സി ഡ്രൈവ് ക്ലിക്ക് ചെയ്യാം. അതിൽ ശേഷം നമുക്ക് എക്സ്റ്റെൻഡ് വോളിയം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള അൺഅലോക്കേറ്റഡ് സ്പേസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഫുള്ള് നമുക്ക് അതിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്, ഫിനിഷ് കൊടുക്കും കണ്ടോ. ഇപ്പൊ നമ്മളെ ഡ്രൈവ് എന്തായി, ഈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏകദേശം ഒരു അറൗണ്ട് 10 GB സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ സ്പേസ് എന്ത് ചെയ്തു, ഇതിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഒരു വോളിയം അൺഅലോക്കേറ്റഡ് ആക്കണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് വോളിയം കൊടുക്കാം. നമുക്കൊരു പുതിയ നമുക്ക് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ട്രിംഗ് വോളിയം കൊടുക്കാം. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് സി ഡ്രൈവ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് വോളിയം കൊടുക്കാം. ഓക്കെ, താങ്ക് യു.